ചിരിക്കാൻ മറന്നുപോയ ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ശരിക്കും ഒരു ഓവർ തിങ്കിങ് ആയതുകൊണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയാണ് അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരിക? എനിക്ക് പലപ്പോഴും ഞാൻ ചമ്മുന്ന ഒരു കാര്യമാണ്, ഞാൻ ചിരിച്ചിട്ട് തിരിച്ചെൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാത്തവരെ. ഞാൻ എപ്പോഴും ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പലപ്പോഴും ഞാനും സീരിയസ് ആയി പോകുന്നത് എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരിൽ നിന്ന് എനിക്ക് ആ റെസ്പോൺസ് കിട്ടാതിരിക്കുമ്പോഴാണ്. പക്ഷെ ഞാനൊരു 40+ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇപ്പോൾ നോക്കാറില്ല. ഞാനിപ്പോൾ പലപ്പോഴും ഒരു ചമ്മിയ ഒരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വയ്ക്കണം. അപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, റിലാക്സ്ഡ് ആണ്. അപ്പം ഞാൻ എല്ലാവരും നോക്കി ഇങ്ങനെ ചിരിക്കും. അപ്പം അവർ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പലപ്പോഴും എന്നെ നോക്കി, അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ അറിയുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഈ സ്ത്രീ അറിയുന്നതാണോ എന്നുള്ള രീതിയിൽ അവർ എൻ്റെ മുഖത്തേക്ക്. അപ്പം ഞാൻ നമ്മളുടെ ആ പ്രായത്തിലുള്ളവരും അല്ലെങ്കിൽ ആ മുകളിലുള്ളവരെ നോക്കി ചിരിക്കുമ്പോൾ തിരിച്ച് പലപ്പോഴും എന്നെ വളരെ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നോക്കുന്ന ഒരു ഇതാണ്. അപ്പം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബസ്സിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സീരിയസ് മോഡിലാണ്. എല്ലാവരും പൈസയുടെയും ജോലിയുടെയും പുറകെ ഓടി നടക്കുമ്പോൾ ഒരു പലപ്പോഴും മറന്നു പോകുന്നതാണ് ഈ ചിരി എന്ന് പറയുന്നത്. ഞാൻ ഒരു പക്ഷഭേദമായിട്ട് പറയുന്നതല്ല, കോഴിക്കോട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് വരാറില്ല. കാരണം കോഴിക്കോട് ചെന്ന് ഞാൻ കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് മോഡിലാ പറയൂ, പ്രശ്നങ്ങൾ പറയൂ, അങ്ങനെ പറയുമ്പോഴും എന്നെ ചിരിപ്പിക്കുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അവർ പറയുന്ന അവരുടെ ടോണിൻ്റെ ആണോ അല്ലെങ്കിൽ അവരുടെ രീതിയുടെ ആണോ, ഞാൻ പലപ്പോഴും ഞാനും തമാശ പറഞ്ഞ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരു ഏരിയയാണ് ശരിക്കും കോഴിക്കോട്. അപ്പോൾ ഞാനത് ഇത് പറയുന്നല്ല, കൊച്ചിയിലുള്ള ആൾക്കാരുടെ പ്രഷർ കൊണ്ടാണോ സ്ട്രെസ് കൊണ്ടാണോ അവർ പലപ്പോഴും ആ ചിരിക്കാൻ അല്ലെങ്കിൽ ലൈറ്റ് ആവാനായിട്ട് പലപ്പോഴും മനുഷ്യർ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മളങ്ങ് ബലം വിടുക, കുറച്ച് നമ്മുടെ മുഖംമൂടിയൊക്കെ ഒന്ന് അഴിച്ചു വെക്കുക എന്ന് പറയും. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പുറമെ എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്. ശരിക്കും സക്സസിലേക്കുള്ള ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലേ? അതെ, സക്സസ് മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മളെല്ലാവരും ഒരു മുഖംമൂടി അണിഞ്ഞല്ലേ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം എൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നത് ഒരു പ്രൊഫഷണൽ ഇതിലൂടെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഒറിജിനൽ മീ എന്ന് പറയുന്നത് ഏറ്റവും കംഫർട്ട് സോൺ ആയിട്ടുള്ളവരുടെ അടുത്ത് മാത്രമാണ്. അപ്പം നമ്മൾ ഈ മാസ്ക് ഒത്തിരി വെക്കാതിരിക്കുക. ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു പ്രൊഫഷണൽ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം, ശരിയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഒത്തിരി ബലം പിടിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അതുകൊണ്ട് ഹാപ്പി ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ മുഖംമൂടി കൊണ്ട് നമ്മൾ ഹാപ്പി ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ ആ ഒരു മുഖംമൂടി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ മുഖംമൂടി കുറച്ചൊന്ന് മാറ്റി വെക്കുന്നതാണ് നമ്മളുടെ മാനസികാരോഗ്യത്തിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും സക്സസിന്റെ അളവുകോലാണോ നമ്മൾ ഈ പൈസ എന്ന് പറയുന്നത്? ശരിക്കും അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര ധനികരായിട്ടുള്ളവർ, പ്രശസ്തിയുള്ളവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? അപ്പം അവർക്ക് അവരുടെ സക്സസിൻ്റെ അളവുപോലെ തന്നെയാണോ? ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നത്. കാരണം അവർക്ക് പൈസയുടെ പ്രശസ്തിയുടെ എല്ലാം ഉണ്ട്. അവരിപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക, ബിസിനസ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളായിരിക്കാം. എന്നിട്ടും എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു? കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സക്സസ് എന്ന് പറയുന്ന വേറെ എവിടെയോ ആണ് കിടക്കുന്നത്. അതായത് അവര് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലായിരിക്കും അവർ ഫെയിൽ ആയത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന, എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ സൊസൈറ്റി നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പിക്ചറാണ്, അതായത് സക്സസ് എന്ന് പറയുന്ന പൈസയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് യാതൊരു, ഞാൻ പറയുന്നത് പൈസ വേണം, പൈസ ഈസ് ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൈസയിൽ നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പൈസ കൊണ്ടും അല്ലെങ്കിൽ സക്സസ് കൊണ്ടും നമ്മുടെ പേഴ്സണൽ ലൈഫ് മോശമാണെങ്കിൽ അതിനകത്ത് ഈ രണ്ട് കാര്യം ഉണ്ടായിട്ടും കാര്യമില്ല. അതായത് സക്സസ് ഉണ്ടായിട്ടും കാര്യമില്ല, പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അവനവനെ ഹാപ്പി ആക്കാൻ അവനവന് തന്നെയേ സാധിക്കുള്ളൂ. അതായത് അതിന് നമുക്കൊരു സ്പെഷ്യൽ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പല പ്രശസ്തരും അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവരൊക്കെ എന്ത് കുറവാണുള്ളത്, ഇവർക്കൊക്കെ ഒരു ആവശ്യമില്ല, നല്ല രീതിയിലുള്ളതില്ലേ, നല്ല അടി കൊടുക്കേണ്ട സമയമാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ആ കിട്ടിയിരിക്കുന്നതിലൊന്നും അവർ ഹാപ്പിയല്ല. അപ്പൊ അവർക്ക് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, സക്സസും പൈസയും അവിടെ ഒരു മാനദണ്ഡമല്ല അതവിടെ. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഇത് കിട്ടുന്ന, അവരെ ഒരു കംഫർട്ട് സോൺ കിട്ടിയില്ല അവർക്ക്.
അതുകൊണ്ടാണ് അവർ ആ ഒരു ഇതിനകത്തേക്ക് പോകുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ ഒരു വ്യക്തി അവരുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്.